16 വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റാരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നതും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഒരു നിരപരാധിയെ, ഞാൻ അയാൾ നിരപരാധി എന്നൊന്നല്ലോ പറഞ്ഞത്, ഒരു നിരപരാധിയെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരത്തെ ഓരോ കേസറ്റ് എത്രയോ പേരുണ്ടാവും. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യത്തിന് ജയിലിൽ കിടക്കുന്നവർ. ഞാൻ ഇയാൾ തെറ്റുകാരനല്ല അല്ലെങ്കിൽ ഇയാൾ മറ്റേ പുണ്യാളനാണെന്നല്ലോ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയൂല. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% ശിക്ഷ ഇയാൾ അനുഭവിക്കണം. അയാൾ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരാണ് അയാൾക്കെതിരെ കേസ് കൊടുത്ത് അവർ കൊടുക്കട്ടെ. ഒരുപാട് പേര് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ട്. നിങ്ങളിങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ഒരു ചെറിയൊരു കേസ് കിട്ടുമ്പോൾ, ഇപ്പം നമ്മളെ നാട്ടിൽ ഒരാളെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 വർഷം 2 വർഷം 6 മാസം മുമ്പത്തെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാളെ, അല്ലെങ്കിൽ ഒരു 10, 12, 13 അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിനെ പീഡിപ്പിച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത ആൾ ആരെ പേരിലാണോ കൊടുത്തിരിക്കുന്നത് ആ ആൾ കുടുങ്ങിപ്പോയി. ഇനി അയാളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇനി അയാളെ തെറ്റ് ചെയ്തിക്കണമെങ്കിലോ, ഇത് രണ്ടും നമ്മൾ ചിന്തിക്കണമല്ലോ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാടില്ല ന്യൂസ് ചാനലുകളിൽ ആ വ്യക്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുക. പോരാത്തിന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരും അതിനെ പുച്ഛിച്ചിട്ട് കുറേ ആൾക്കാരും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടോ, എന്നിട്ട് അതിൻ്റെ ശേഷം ബാക്കിയല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ എല്ലാവരും ഈ FBയിലും ഇതിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയണില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളും ചിന്തിച്ചിരിക്കണം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിലും. ഞാൻ ന്യൂസ് ഒന്ന് കേട്ട് നോക്കി. പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പിടിയിലായി. നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് എതിരാളികളൊക്കെ ഉള്ള ഒരു റിയാലിറ്റി ഷോ പ്രവർത്തകനായിരുന്നു നമ്മുടെ ഈ പോലീസുകാരൻ കൂടിയായ ഫിലിപ്പ് മമ്പാട്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, പറയൂ. ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2025 മാസത്തിൽ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ SI ആയി ജോലി ചെയ്തു വരവേ അവിടെ വേണ്ടി വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ്. പിന്നീട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പിന്നെ പൊതുയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പെൺകുട്ടി ഈ സ്കൂളിലെ കൗൺസിലിംഗിനിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ നിന്ന് ചെവായൂർ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെവായൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ മമ്പാട് സ്വദേശിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഇങ്ങോട്ടേക്ക് കൈമാറുകയും നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് സമാനമായ കാര്യങ്ങൾ കാസർഗോഡ് കൊണ്ടുപോയി ചെയ്തത് എന്നാണ് പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഈ കൗൺസിലിംഗിടെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ സ്പീക്കിന്റെ ഭാഗമായി ഈ ഫിലിപ്പ് മമ്പാടി എന്ന് പറഞ്ഞ ആള് ഒരുപാട് പേരെ ശത്രുവാണ്. കാരണം ലഹരിക്കെതിരെ പോരാടുന്നു, മണൽ മാഫിയക്കെതിരെ, ഒരുപാട് മാഫിയകൾക്കെതിരെയൊക്കെ പോരാടുന്ന ആളാണ്. അവരാരെങ്കിലും കൊടുക്കാൻ വേണ്ടി ചെയ്തതായിക്കൂടെ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഈ കുട്ടിനെ കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ രക്ഷിതാക്കളൊക്കെ എവിടെയായിരുന്നു? അതൊരു ചോദ്യമാണല്ലോ. ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% അയാൾ ശിക്ഷ അറിയിക്കുന്നുണ്ട്, അത് അയാൾക്ക് കിട്ടുകയും വേണം. പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ആ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്താവും എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇയാളെ കുറിച്ചിട്ടല്ല പറയുന്നത്, പൊതുവേ നമ്മളെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. പിന്നീട് അവരെ ജീവിതം, ഭാര്യയെ നഷ്ടപ്പെടും, മക്കൾ എതിർക്കും, കുടുംബം നഷ്ടപ്പെടും, സമൂഹത്തിൽ ചിലപ്പോൾ നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ അയാളെ വില പോവും. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ന്യൂസ് വരുന്നവർ പോലും അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരൊറ്റ ഹെഡ്ലൈനും ഒഴിവാക്കും. ആറ് കേസും ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതിലാരെങ്കിലും ഒരാൾക്കാർ ഇതേമാതിരി ഇയാളോട് ശത്രുത വെച്ച് ചെയ്തതായിക്കൂടെ? സത്യം പറയുകയാണെങ്കിൽ ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ശരിക്കും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, എന്ത്, ഇയാൾ തെറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഇപ്പോൾ ഇവിടെയും പറഞ്ഞു, ഇയാൾ തെറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ 100% അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയത് അവരെ പിടിച്ച് ജയിലിലിടണം. അവരെ സമൂഹത്തെ മൊത്തം കാണിച്ചു കൊടുക്കുകയും വേണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. കാരണം ഇതുപോലെ ഒരുപാട് പാവപ്പെട്ടവർ ഇന്നും ചെയ്യാത്ത കുറ്റത്തിന് കേസിൽ പെട്ട് കിടക്കുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും.
അപ്പോൾ ഇത്രക്കും ശത്രുതയുള്ള ആൾക്കാർക്ക് ഒരാളെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിസ്സാര കേസ് മതി. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റുകൾ കണ്ട് ഇയാളെ കുറ്റം പറഞ്ഞിട്ടും ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെ ഒരു കാര്യം പറയുള്ളൂ, സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടുന്നവർ അയാൾ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാവില്ല അത്. ഇനി അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നവർ നിങ്ങൾ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാവില്ല ഇത്. നിങ്ങൾക്ക് ആകെ ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ, എന്ത്? താങ്കളിൽ നിന്ന് നോർമലി ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറഞ്ഞിട്ടാണ്, പോസ്റ്റ് ഇടുന്നവർക്കുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ സാർ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ശിക്ഷ കിട്ടണം. നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ കുടുക്കിയത് അവരെ ശിക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പോസ്റ്റ് ഉണ്ടാവും. അല്ലാതെ ഇയാൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സുഡാപ്പികൾ അങ്ങനാക്കി ലാസ്റ്റ് അവൻ തന്നെ അതായി സുഡാപ്പികളെ സ്വഭാവമല്ലേ കാട്ടൂ, അങ്ങനെയല്ലേ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഈ കാര്യത്തിൽ സുഡാപ്പി മറ്റേ സംഗിണി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. നാളെ ചിലപ്പോൾ അതേ പ്രശ്നങ്ങൾ നിങ്ങളെ വീട്ടിൽ വരാം. പ്രതി ആവേണ്ടത് ചിലപ്പോൾ നിങ്ങളാവാം, ചിലപ്പോൾ ഇരയാവേണ്ടത് നിങ്ങളാവാം. അപ്പോൾ അവിടെ സ്നേഹപ്രകടനവും സന്തോഷവും സമാധാനവും ഒന്നുമില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ വെറുതെ വിടട്ടെ. ആരാണോ അയാൾക്ക് നേരെ ആരോപണം ഉന്നയിച്ചത് അവർ ശിക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. അല്ല നിങ്ങളിങ്ങനെ നിരന്തരം അയാളെ കുറ്റം പറഞ്ഞിട്ടുള്ള പോസ്റ്റോ നല്ലത് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിൻ്റെ അടി പോയിട്ട് ഇങ്ങനെ മോശമായ കമൻസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇയാളെ മുമ്പത്തെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്ന് നമ്മൾ അയാളെ വിലയിരുത്തണം. എന്തായാലും സാറിൽ നിന്ന് അങ്ങനത്തൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ